സുഹൃത്തുക്കളെ, മണിപ്പൂർ കവിതകൾ ബേസ് ചെയ്തിട്ടുള്ള സ്നാപ്പുകളിലേക്ക് കിടക്കുകയാണ്. സ്നാപ്പ് നമ്പർ 806. ഇത് ആദ്യമായിട്ട് ഇതിൽ വരുന്നത് മമാങ് ദായ്. മമാങ് ദായുടെ കവിതയാണ്. മമാങ് ദായ്. സ്നാപ്പ് നമ്പർ 806. നിശബ്ദരോ സൗഹൃദങ്ങളെ, നിഗൂഢരാത്രിയിൽ ചന്ദ്രനെ പോലെ മൗനമായി നിലാവ് തൂകുകയോ നിങ്ങളും. നിശബ്ദരോ സൗഹൃദങ്ങളെ, നിഗൂഢരാത്രിയിൽ ചന്ദ്രനെ പോലെ മൗനമായി നിലാവ് തൂകുകയോ നിങ്ങളും. 1000 കൈകളാൽ വാനത്തിലാരോ, കള്ളനോ കൊലപാതകിയോ സംരക്ഷകനോ, 1000 കൈകളാൽ വാനത്തിലാരോ കടും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ, ഹേ മലകളെ താഴ്വരകളെ മൊഴിയുക നിങ്ങളും. ജീവിതം ഇത് ഞങ്ങൾ തൻ ജീവിതം, ജീവിതം ഇത് ഞങ്ങൾ തൻ ജീവിതം. വിവർത്തനം ഡോക്ടർ അജയ് നാരായൺ. ഓക്കെ. സ്നാപ്പ് നമ്പർ 807 രവി നായ്ക്കറുടെ കവിതയാണ്. രവി നായ്ക്കർ. പരിഭാഷ ഡോക്ടർ അജയ് നാരായണൻ തന്നെയാണ്. രവി നായ്ക്കറുടെ കവിതയാണ്. സ്നാപ്പ് നമ്പർ 807. മണിരത്നങ്ങളുടെ, മഹാദൈവങ്ങളുടെ മഹത് സ്നേഹത്തിൻ്റെ മണ്ണിൽ നമിക്കുന്നു ഞാൻ. മണിരത്നങ്ങളുടെ, മഹാദൈവങ്ങളുടെ മഹത് സ്നേഹത്തിൻ്റെ മണ്ണിൽ നമിക്കുന്നു ഞാൻ. ഒടുങ്ങട്ടെ യാതനയും യുദ്ധവും, ഒടുങ്ങട്ടെ യാതനയും യുദ്ധവും, ഒടുങ്ങട്ടെ യാതനയും യുദ്ധവും, ഒടുങ്ങട്ടെ യാതനയും യുദ്ധവും. സ്നാപ്പ് നമ്പർ 808 വരുമ്പോൾ മിസ്ന ഛാനുവിൻ്റെ കവിതയാണ്. ഡോക്ടർ അജയ് നാരായണൻ തന്നെയാണ് ഇതിൻ്റെയും ട്രാൻസ്ലേഷൻ. മിസ്ന ഛാനു. നോക്കാം. വളരെ ഫീലിംഗ് ഉള്ള, ടച്ചിങ് ആയിട്ടുള്ള വരികളാണ്. നഗ്നരാട്, നഗ്നപാതരാണ്, രക്തചകിതരാണ്, അനാഥരാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങൾ മണിപ്പൂരികൾ. അവർ തീവ്രമായി മുറിവേറ്റ ഹൃദയങ്ങൾ, രോഷിതർ, ഭീതിതർ. അവർ തീവ്രമായി മുറിവേറ്റ ഹൃദയങ്ങൾ, രോഷിതർ, ഭീതിതർ. കേൾക്കുമോ നിങ്ങൾ ഈ ഗാഥകൾ, കേൾക്കുമോ നിങ്ങൾ ഈ ഗാഥകൾ, രോദനങ്ങൾ. കേൾക്കുമോ നിങ്ങൾ ഈ ഗാഥകൾ, രോദനങ്ങൾ. ഇതുവരെ കേൾക്കാത്ത ഗീതങ്ങൾ, ഇതുവരെ കേൾക്കാത്ത ഗീതങ്ങൾ, ഇതുവരെ അറിയാത്ത നോവുകൾ, ഇതുവരെ അറിയാത്ത നോവുകൾ. വിളിച്ചു ചൊല്ലുമോ കേൾക്കുമോ ഞങ്ങളെ, വിളിച്ചു ചൊല്ലുമോ കേൾക്കുമോ ഞങ്ങളെ. കരയുമോ കൂടെ, കരയുമോ കൂടെ. കാണുമോ നിങ്ങൾ, കാണുമോ നിങ്ങൾ ഞങ്ങൾ തൻ മുറിവുകൾ, ഞങ്ങൾ തൻ മുറിവുകൾ. കാണുമോ നിങ്ങൾ ഞങ്ങൾ തൻ മുറിവുകൾ. എണ്ണിയാൽ തീരാത്ത പാടുകൾ, എണ്ണിയാൽ തീരാത്ത പാടുകൾ. ഞങ്ങളെയൊന്നു ചേർത്തു നിർത്തുമോ, ഞങ്ങളെയൊന്നു ചേർത്തു നിർത്തുമോ.
ചേർത്തു നിർത്തുമോ. ഇത് വിവർത്തനം ഡോക്ടർ അജയനാരായണൻ തന്നെയാണ്. സ്നാപ്പ് നമ്പർ 809 കിടക്കുമ്പോൾ ഡോക്ടർ ലക്ഷ്മി ശ്രീ ബാനർജിയാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ ലക്ഷ്മി ശ്രീ ബാനർജി. ഈ പുസ്തകത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയും വിവർത്തനം ഡോക്ടർ അജയനാരായണനാണ്. ഓ പിടയും ചിത്തമേ, കാരാഗ്രഹത്തിൽ അഴുകും സത്യമേ, ഭീതിയിൽ നുറങ്ങും സ്വപ്നമേ, സുരക്ഷിതരോ നമ്മൾ, നീരാളിക്കൈകൾ ചുറ്റിലും പരതുമ്പോൾ മാനം പിടയുന്നുവോ മണ്ണിൽ, വീഴുന്നു ജനാധിപത്യം, ജീവനോ നിണം വാർക്കുന്നു, രക്ഷയേകുവാൻ ആരോ കേഴുന്നു ഭാരതാംബ. കുതറിയെഴുന്നേൽക്കുക, മുഷ്ടി ചുരുട്ടുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പൊരുതുക നാം, എരിയട്ടെ ഭ്രാന്തരൂപങ്ങൾ തകരട്ടെ ഫാസിസം. കുതറിയെഴുന്നേൽക്കുക, മുഷ്ടി ചുരുട്ടുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പൊരുതുക നാം, എരിയട്ടെ ഭ്രാന്തരൂപങ്ങൾ തകരട്ടെ ഫാസിസം, തകരട്ടെ ഫാസിസം. സ്നാപ്പ് നമ്പർ 810. ഇനി വിവർത്തനം കവിതകൾ കഴിഞ്ഞു. സച്ചിദാനന്ദ മാഷ കവിത എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പേരുകൾ മാത്രമേ ഉള്ളൂ, ഫോട്ടോ ഇല്ല. 810 ചെറിയ കവിതകളാണ്. ഇനി കുറച്ച് സ്നാപ്പുകൾ അങ്ങനെ പോകും. നോക്കാം. ഇന്ത്യ, നിന്റെ വയറ്റിൽ പിറന്നതിൻ്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ ഞാൻ ചൂളിയുറഞ്ഞു പോകുന്നു. ഇന്ത്യ, നിന്റെ വയറ്റിൽ പിറന്നതിൻ്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലുമില്ലാതെ ഞാൻ ചൂളിയുറഞ്ഞു പോകുന്നു. ഇന്ത്യ, നിന്റെ വയറ്റിൽ പിറന്നതിൻ്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലുമില്ലാതെ ഞാൻ ചൂളിയുറഞ്ഞു പോകുന്നു. ഞാൻ ചൂളിയുറഞ്ഞു പോകുന്നു. നമുക്ക് സ്നാപ്പ് നമ്പർ 811 കിടക്കാം. രാവണി മാഷ കവിതയാണ്. സ്നാപ്പ് നമ്പർ 811 രാവണി മാഷ കവിതയിലേക്ക് കിടക്കാം. അഭിമാനപൂരിതമാകുന്നതില്ലയോ അന്തരംഗം പഴയ പോലെ ഇപ്പോഴും. ക്വസ്റ്റ്യനാണ്. അഭിമാനപൂരിതമാകുന്നില്ലയോ അന്തരംഗം പഴയ പോലെ ഇപ്പോഴും. ദേശസ്നേഹത്താൽ തിളയ്ക്കുന്നതില്ലയോ ചോര, മിണ്ടാത്ത നിഷ്പക്ഷ മാന്യതേ. ദേശസ്നേഹത്താൽ തിളയ്ക്കുന്നതില്ലയോ ചോര, മിണ്ടാത്ത നിഷ്പക്ഷ മാന്യതേ നിന്റെ ചോര, ദേശസ്നേഹത്താൽ ഇപ്പോഴും തിളയ്ക്കുന്നില്ലയോ. ചോദ്യമാണ് രാവണി. അക്ഷേപഹാസ്യത്തിലാണ്, കുഞ്ചൻ നമ്പ്യാർ സ്റ്റൈലിലാണ് പോകുന്നത്. അഭിമാനപൂരിതമാകുന്നില്ലയോ അന്തരംഗം പഴയ പോലെ ഇപ്പോഴും. ഭാരത സ്നേഹത്താൽ തിളയ്ക്കുന്നതില്ലയോ ചോര, മിണ്ടാത്ത നിഷ്പക്ഷ മാന്യതേ. അതാണ് കവി രാവണി മാഷ് എഴുതിയിട്ടുള്ളത്. രാവണി മാഷയുടെ ഈ കവിത സ്നാപ്പ് നമ്പർ 811 വരുന്നത്. സ്നാപ്പ് നമ്പർ 812 നമ്മൾ കടക്കുന്നത്. KV രാമകൃഷ്ണ മാഷുടെ 4 വരി കവിതയാണ്. വാലിൽ കൊടുന്തി ആളുന്ന വാനരത്തിന്റെ ഹുങ്കൃതി, പച്ചത്തണലുമില്ലെങ്ങും ചാമ്പലാവുക സീതയും. വാലിൽ കൊടും തീയാളുന്ന വാനരത്തിന്റെ ഹുങ്കൃതി, പച്ചത്തണലുമില്ലെങ്ങും ചാമ്പലാവുക സീതയും. ദുരന്ത പുരാണത്തില് വളരെ ആദർശ വനിത ഭാര്യ എന്നൊക്കെ പറയുന്ന സീത, ഇവിടെ സീതമാർ ബലാത്സംഗം ചെയ്യപ്പെടും. ചാമ്പലാവുക സീതയും. അതാണ് KV രാമകൃഷ്ണ മാഷ് കവിതയിൽ പറയുന്നത്.
സ്നാപ്പ് നമ്പർ 813 വരുമ്പോൾ നന്ദകിഷോറിൻ്റെ വരികളാണ്. നമ്മൾ ഈ പുസ്തകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നന്ദകിഷോറിൻ്റെ വരികളൊന്ന് നോക്കാം. നിന്ദ്യരാം മൂർഖരെ, നിന്ദ്യരാം മൂർഖരെ, തടയണമുടനെ നാം മണിപൂരം ശോണിതമണിയാതിരിക്കുവാൻ നോവുന്ന മാനവർക്കായി ഉണർന്നിടണം. നാവും നാരായവും എന്നും എന്നും നിന്ദ്യരാം മൂർഖരെ, തടയണമുടനെ നാം മണിപൂരം ശോണിത മണിയാതിരിക്കുവാൻ. മണിപൂരം ശോണിത മണിയാതിരിക്കുവാൻ നോവുന്ന മാനവർക്കായി ഉണർന്നിടണം. നാവും നാരായവും എന്നുമെന്നും, നാവും നാരായവും എന്നുമെന്നും നോവുന്ന മാനവർക്കായി ഉണർന്നിടണം. മണിപൂരം ശോണിതമണിയാതിരിക്കുവാൻ തടയണമുടനെ നാം നിന്ദ്യരാം മൂർഖരെ, നാവും നാരായവും എന്നുമെന്നും നോവുന്ന മാനവർക്കായി ഉണർന്നിടണം. ഇതാണ് നന്ദകിഷോറിൻ്റെ കവിത. ഭയങ്കര ശക്തമായ വരികളാണ്. ആക്ഷേപഹാസ്യത്തിൻ്റെ തന്നെയാണ് ചുവടുകൾ. നമ്മൾ സ്നാപ്പ് നമ്പർ 814 വരുമ്പോൾ ഓയോളം നാരായണ മാഷുടെ കവിതകളാണ്. 4 വരികളാണ്. ഓയോളം നാരായണ മാഷ് എന്താ പറയാൻ നോക്കാം. ഉടയാളകൾ ഉരിഞ്ഞെറിഞ്ഞും, ഉടയാടകൾ ഉരിയെറിഞ്ഞും, ഉടലാഴം കണ്ട് രസിച്ചും ഉടനീളം കൊണ്ട് നടന്നത് ഉടയോറുകൾ അറിഞ്ഞില്ലത്രേ. 4 സ്ത്രീകളെയൊക്കെ നഗ്നരായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഭീകരമായ സംഭവമാണല്ലോ. ആഘോഷിക്കുകയാണല്ലോ അവർ. പൂരത്തിന് ആനേനൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന പോലെ ഇങ്ങനെ നഗ്നരായിട്ട് ഇങ്ങനെ കൊരുക, തല്ലിയ വഴക്ക്, ഈ പഴി പറയുക, അവർക്ക് ഇഷ്ടം പോലെ തോന്നിയാസങ്ങൾ മുഴുവൻ കാണിക്കും. എന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററോ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ ഒന്നും കണ്ടില്ല. പ്രതിഷേധിച്ചത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, പിന്നെ ഡൽഹിയിൽ, ബംഗാളിൽ, അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ അതിന് രോഷത്തോടു കൂടിയാണ് കാണുന്നത്. ഉടയാളകൾ ഉരിഞ്ഞെറിഞ്ഞും, ഉടയാളകൾ ഊരിയെറിഞ്ഞും, ഉടലാഴം കണ്ട് രസിച്ചും ഉടനീളം കൊണ്ട് നടന്നത് ഉടയോറുകൾ അറിഞ്ഞില്ലത്രേ. അങ്ങനെയാ, ഉടയോറുകൾ അറിഞ്ഞില്ലത്രേ. ഉച്ചമാണ് പിന്നെ ഉടയോറുകൾ അറിഞ്ഞില്ലത്രേ. എന്തൊരു ഭരണക്രമം. അതാണ് നാരായണ മാഷുടെ കവിത. സ്നാപ്പ് നമ്പർ 815 വരുമ്പോൾ അബ്ദുൾ സമദ് മൂവാറ്റുപുഴ എഴുതിയ ചെറിയ വരികളാണ്. പ്രതിഷേധം തന്നെയാണ്. സ്നാപ്പ് നമ്പർ 815. അധികാരത്തിൻ്റെ അകത്തളങ്ങളിലെ സുരക്ഷിത താവളങ്ങളിലിരുന്ന് ഉച്ചത്തിൽ വിളിക്കാം നമുക്ക്, ബേട്ടി ബച്ചാവോ, ബേട്ടി ബച്ചാവോ, ബേട്ടി ബച്ചാവോ. അധികാരത്തിൻ്റെ അകത്തളങ്ങളിലെ സുരക്ഷിത താവളങ്ങളിലിരുന്ന് ഉച്ചത്തിൽ വിളിക്കാം നമുക്ക്, ബേട്ടി ബച്ചാവോ, ബേട്ടി ബച്ചാവോ. സ്നാപ്പ് നമ്പർ 816 നമ്മൾ വരുന്നത്. ബാപ്പു വാവാഡിൻ്റെ വരികളാണ്. ബാപ്പു വാവാഡ് നോക്കാം. മാറല്ല കൊച്ചൊരു കീറത്തുണി കൊണ്ട് താറുകെട്ടാൻ പോലും സമ്മതിക്കാത്തവർ, ചീറിയെത്തുന്നു ജനാധിപത്യം കൊടിക്കൂറയിൽ പൊക്കി ഭാരതനാരിക്കായി. മാറല്ല കൊച്ചൊരു കീറത്തുണി കൊണ്ട് താറുകെട്ടാൻ പോലും സമ്മതിക്കാത്തവർ, ചീറിയെത്തുന്നു ജനാധിപത്യം കൊടിക്കൂറയിൽ പൊക്കി ഈ ഭാരതനാരിക്കായി. ബാപ്പു അവാർഡിന്റെ പ്രതിഷേധ കവിതയാണ്. സ്നാപ്പ് നമ്പർ 817 നമ്മൾ എത്തുന്നത്. അനിയുടെ വരികളാണ്. അനി എഴുതിയ വരികളാണ്. നോക്കാം.
ഡയറക്റ്റ് പ്രസ്താവനകളാണ്. മണിപ്പൂരിൻ്റെ തെരുവീതികളിൽ ദുശാസനന്മാരാൽ വിവസ്ത്രമാക്കപ്പെട്ട് മാനം നഷ്ടപ്പെട്ട ദ്രുപദ കന്യകുമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വർത്തമാനകാല ഇന്ത്യയിൽ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് സമയമായെന്ന്. മാനവരെ, നാം ഓരോരുത്തരും പടയടി ചേരുക, ഫാഷിസത്തിനെതിരെ പടയാളികളാവുക. മണിപ്പൂരിൻ്റെ തെരുവീതികളിൽ ദുശാസനന്മാരാൽ വിവസ്ത്രരാക്കപ്പെട്ട് മാനം നഷ്ടപ്പെട്ട ദ്രുപദ കന്യകമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വർത്തമാനകാല ഇന്ത്യയിൽ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് സമയമായെന്ന്. മാനവരെ, നാം ഓരോരുത്തരും പടയണി ചേരുക, ഫാഷിസത്തിനെതിരെ പടയാളികളാവുക. പ്രസംഗത്തിന്റെ ഒരു ക്ലൈമാക്സ് പോലെയാണ്. അതുപോലെ തന്നെ പറയണം. മണിപ്പൂരിന്റെ തെരുവീതികളിൽ ദുശാസനന്മാരാൽ വിവസ്ത്രമാക്കപ്പെട്ട് മാനം നഷ്ടപ്പെട്ട ദ്രുപദ കന്യകുമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വർത്തമാനകാല ഇന്ത്യയിൽ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് സമയമായെന്ന്. മാനവരെ, നാം ഓരോരുത്തരും പടയണി ചേരുക, ഫാഷിസത്തിനെതിരെ പടയാളികളാവുക. ഡയറക്റ്റ് പ്രസംഗ രൂപം തന്നെയാണ്. അങ്ങനെയും കവിത നമ്മൾ ഈ കാലഘട്ടത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതെല്ലാം കവിതകളാണ്. ഒന്ന് മുക്കിയാൽ മൂളിയാൽ പോലും കവിതയാവും. അങ്ങനത്തെ ഒരു അത്ര ഭീകരമാണ്. അവർ മുക്കിയും മൂളിയും നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ മുക്കിയും മൂളിയും തന്നെ കവിത എഴുതി അവരെക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തണം. അതിൽ വൃത്തവും പ്രാസവും താളവും ഒന്നുമല്ല വിഷയം. മൊത്തം താളം നഷ്ടപ്പെട്ട് വൃത്തം നഷ്ടപ്പെട്ട് മൊത്തം കീറി മുറിച്ച് കോറി വരച്ച പോലെ ജീവിതം പോകുന്ന നേരത്താണ് വൃത്തവും പ്രാസവും താളവും ഒക്കെ ഒപ്പിച്ച് ഭയങ്കര സുഖകരമായി ഒന്നര പെഗിൽ കഴിഞ്ഞിങ്ങനെ ഭയങ്കര വീഞ്ഞൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന് കവിത അങ്ങനെ ആസ്വദിക്കുന്ന കാലമല്ല. വെട്ടിമുഴങ്ങാണ്. വെട്ടിമുഴക്കം പോലെ കവിതയും വരണം. സ്നാപ്പ് നമ്പർ 818 നമ്മൾ എത്തുന്നത്. അഡ്വക്കേറ്റ് സഫിയ സുധീറിന്റെ വരികളാണ്. നോക്കാം. അഡ്വക്കേറ്റ് സഫിയ സുധീർ. ഭാരതം വിവസ്ത്രമാക്കപ്പെട്ട ജനാധിപത്യം തെരുവിൽ മാനഭംഗപ്പെടുമ്പോൾ വംശശുദ്ധിയുടെ രാമരാജ്യം നെടുകെ കീറി ആർത്തു വിളിക്കുന്നു വിഭീഷണന്മാർ സഭാതലത്തിൽ. വിവസ്ത്രമാക്കപ്പെട്ട ജനാധിപത്യം തെരുവിൽ മാനഭംഗപ്പെടുമ്പോൾ വംശശുദ്ധിയുടെ രാമരാജ്യം നെടുകെ കീറി ആർത്തു വിളിക്കുന്നു വിഭീഷണന്മാർ സഭാതലത്തിൽ. കരുതിയിരിക്കുക എന്നാണ് കവിത പറയുന്നത്. ഭാരതം. സ്നാപ്പ് നമ്പർ 819 ഡോക്ടർ അജയ് നാരായണന്റെ വരികളാണ്. വളരെ ഹൃദയസ്പർശിയായ 4 വരികൾ. നമ്മളതൊന്ന് ശ്രമിക്കുകയാണ്. നമ്മൾ ആസ് ആൻ ആക്ടർ എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ടിലൊന്നാണ് ഡോക്ടർ അജയ് നാരായണൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാവ്യശിക്കയുടെ നെടുന്തൂണാണ്. എപ്പോൾ വേണമെങ്കിൽ വിളിച്ച് കാവ്യവീഴ അവലോകനാണെങ്കിലും ശനിയാഴ്ചയിലെ മറ്റവലോകനങ്ങളും ബാലകവിത മികച്ചത് കണ്ടെത്തലൊക്കെ ഏറ്റവും ഒരുപാട് എൻഗേജഡാണ്. ഇതിൻ്റെയൊക്കെ എഡിറ്റോറിയൽ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുള്ള ഒരാളാണ്. നോക്കാം. മൗനത്താൽ ചിതറുന്ന തീയേത് പെണ്ണേ, മൗനത്താൽ ചിതറുന്ന തീയേത് പെണ്ണേ, മാനത്താൽ എരിയുന്ന തീയേത് പെണ്ണേ, മാനത്താൽ എരിയുന്ന തീയേത് പെണ്ണേ. പെണ്ണിൻ്റെ രോഷം നിറയുന്നു മണ്ണിൽ, പെണ്ണിൻ്റെ രോഷം നിറയുന്നു മണ്ണിൽ, മണ്ണിൻ്റെ നെഞ്ചിൽ പടരുന്നു ചോര, മണ്ണിൻ്റെ നെഞ്ചിൽ പടരുന്നു ചോര. മൗനത്താൽ ചിതറുന്ന തീയേത് പെണ്ണേ, മാനത്താൽ എരിയുന്ന തീയേത് കണ്ണേ. പെണ്ണിൻ്റെ രോഷം നിറയുന്നു മണ്ണിൽ, മണ്ണിൻ്റെ നെഞ്ചിൽ പടരുന്നു ചോര, മണ്ണിൻ്റെ നെഞ്ചിൽ പടരുന്നു ചോര. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ഒരു 10-15 കവിതകൾ ചേർന്ന് ഈ എപ്പിസോഡ് ചൂണ്ടുവിരലിൻ്റെ ഒരു ഘട്ടമാണ്.
അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് മറ്റു കവിതകളിലേക്ക് കിടക്കാം. താങ്ക് യു. അഭിവാദ്യങ്ങൾ. ഫാഷിസം തുലയട്ടെ, ഫാഷിസം തുലയട്ടെ, ജനാധിപത്യം, ലോക ജനാധിപത്യം നീണാൾ വാഴട്ടെ. അഭിവാദ്യങ്ങൾ. ചാക്കോട്ടി അന്തിക്കാട്.